നഗരസഭ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് എണ്ണി പറയാനുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് അല്ല എന്താ ഇവിടെ പ്രധാനമന്ത്രി സഡക് ബീമാ യോജന പ്രകാരം 248 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. പിണറായിയുടെ ഫണ്ടല്ല, കേന്ദ്ര ഫണ്ടാണ്. ഇനി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്താണ്? കുടിവെള്ളമാണ്. 140 കോടി രൂപ ചെലവാക്കിയാണ് ഈ പാലക്കാട് നഗരസഭയിൽ വീടുകളിൽ കുടിവെള്ളം എത്തിച്ചത്. 99% വീടുകളിലും ഞങ്ങളുടെ നഗരസഭ കുടിവെള്ളം എത്തിച്ചു. അത് ഞങ്ങളുടെ നേട്ടം തന്നെയാണ്. വീടില്ലാത്തവന് വീട് കൊടുക്കാൻ പ്രധാനമന്ത്രിയുടെ പദ്ധതി, ആവാസ് ബീമാ യോജന പദ്ധതി. ഇവിടെ നഗരമേഖലയിൽ 10,600 വീടുകളാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയത്. ഗ്രാമമേഖലയിൽ ഒരു വീടിന് എത്രയോ ഫണ്ട്? 4 ലക്ഷം കൊടുത്താൽ ലൈഫ് ഉണ്ടാക്കുന്നത് ഇവിടെ. അതെ, അല്ല ഞാൻ 75,000 കൊടുക്കുന്നത് എങ്ങനെ ശരിയാവും? ഇത് കേന്ദ്ര സർക്കാരിന്റെയും 25,000 അല്ലല്ല, കേന്ദ്ര സർക്കാരിന്റെ 1.5 ലക്ഷമാണ് വിഹിതം. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ മറ്റേ ആവാസ് യോജന പദ്ധതിയിൽ മനസ്സിലായി. ലൈഫ് പദ്ധതിയിൽ പിണറായി വിജയന്റെ പേരിൽ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിഹിതമാണ് 75,000. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കോട്ടയിലെ തൊട്ടപ്പുറത്ത് ഒരു ഓപ്പൺ ജിം ഉണ്ട്. ആ ഓപ്പൺ ജിമ്മിന്റെ അവസ്ഥ എന്താണ് നീഷേ? നോക്കൂ, അത് മുനിസിപ്പാലിറ്റി അല്ലേ നോക്കേണ്ടത്? 21 കേന്ദ്രങ്ങൾ അമൃത് ഫണ്ടിൽ നിന്ന് 21 കേന്ദ്രങ്ങൾ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന നഗരസഭ 21 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 21 ഈ കോട്ട മൈതാനിയിലുണ്ട്. ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകളെ അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വ്യായാമത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. 21 സ്ഥലങ്ങൾ അമൃത് ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട്. ഇനി 140 ജൻ ഔഷധി ഷോപ്പുകള് പാവപ്പെട്ട ആളുകൾക്ക് മരുന്നിന് വേണ്ടി 140 ജൻ ഔഷധി ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 1.25 ലക്ഷം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി പദ്ധതികൾ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം വികസന നേട്ടങ്ങൾ പറഞ്ഞിരുന്നു. ആ വികസന നേട്ടങ്ങളിൽ ചിലത് വിട്ടുപോയിരുന്നു. അത് അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. കാരണം 10 കൊല്ലമായി പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠനും 13 കൊല്ലമായി പാലക്കാടിന്റെ MLA ഷാഫി പറമ്പിലുമാണ്. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അതൊക്കെ ചെയ്തത്. നന്ദിയുണ്ട്. അത് കാര്യം ഇവിടെ ആ കർഷകരുടെ കാര്യം പറഞ്ഞോണ്ടാ. നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് അവരുടെ മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുത്തിട്ട് എത്ര കാലമായി സർ? ആരോടാ പറയുന്നത്? കേരളത്തിന്റെ നെല്ല് സംഭരണത്തിന്റെ തുക കൊടുത്തിട്ട് എത്ര കാലമായി? പിണറായി സർക്കാർ പണം കൊടുക്കാത്ത പ്രശ്നം, അല്ലാതെ കേന്ദ്ര സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കി പണം കിട്ടിയിട്ടില്ല എന്ന് പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ നോക്കൂ, ഒരു നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക കേന്ദ്രം കൊടുത്തു തീർത്തിട്ടുണ്ട്. അല്ല, കേന്ദ്രം 28 രൂപ അതിൽ 22 രൂപയും കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാണ്. 22 രൂപയും 6 രൂപയാണ് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതലാണ് ഏതൊരു സംസ്ഥാനം കൊടുക്കുന്നത് കേരളത്തിൽ. അല്ല, അവർ കുറയ്ക്കുകയാണ്. ഞങ്ങൾ കൂട്ടുന്ന സമയത്ത് അവർ കുറയ്ക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുറച്ച സംസ്ഥാനമാണ്. ഫണ്ട് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ കേന്ദ്രം കൊടുത്തു. ഇവരോട് ചോദിച്ചാൽ കേരളം കൊടുത്തു. ഫണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? പാലക്കാട് നെല്ല് സംഭരണത്തിലെ തുക കിട്ടിയ കർഷകർ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പണം കുഴൽ വഴി ഇങ്ങോട്ട് കൊടുത്താൽ പോരാ. കുഴൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ പോരാ. നേരെ കർഷകർക്ക് പെട്ടിയുടെ കഥയാണ്. കുഴൽ വഴി പെട്ടിയുടെ കഥയാണ്. എല്ലാവർക്കും പെട്ടി ഇനി പറഞ്ഞാ പൊട്ടിപ്പോ. പെട്ടിയിലൊന്നും മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞല്ലോ. കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളത്തില് ഹെലികോപ്റ്റർ ഇറങ്ങില്ലായിരുന്നു. ദുരന്ത സമയത്ത് ഹെലികോപ്റ്റർ പോലും ഇറങ്ങാത്തത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമായി കണ്ണൂർ വിമാനത്താവളം വലിയ തോതിൽ കൊട്ടിഘോഷിച്ചിരുന്നു. ഇവിടെ ആലപ്പുഴ ബൈപ്പാസ് ഏത് വികസനം വന്നാലും അതിന്റെ എല്ലാം ആള് നമ്മളാണ് എന്ന് പറയുന്ന സമീപനമായിരുന്നു UDF-ന്റേത്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിന് സാങ്കേതികമായി അനുമതി കൊടുത്തിട്ടും ആ മെഡിക്കൽ കോളേജിന്റെ അനുമതി റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എങ്ങനെ ഉണ്ടായി ആ സാഹചര്യം?
അടിസ്ഥാന സൗകര്യ വികസനമില്ലാതെ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. ആ മെഡിക്കൽ കോളേജിന് എന്തെങ്കിലും നിലയിലുള്ള അനുമതിയും അംഗീകാരവും തുടർന്ന് കൊണ്ടുപോകാൻ UDF-ന്റെ കാലത്ത് 2015 മുമ്പ് 2015 ഇനിയിപ്പോ ഇവരെ പ്രഖ്യാപനം നടക്കുന്നത്. പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. 2015 ഇവർ ഈ പറയുന്ന മെഡിക്കൽ കോളേജ് സാങ്കേതികമായിട്ടെങ്കിലും വന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ MLA-മാരും 3 മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് തുടങ്ങണമെന്ന പറച്ചിലാണ്. നിങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. കോച്ച് ഫാക്ടറി, അതെ, കേന്ദ്രവും പാലക്കാട് നോക്കൂ, ഷാഫി പെരുന്തറ മുമ്പ് KK ദിവാകരൻ, അതിന് മുമ്പ് പറയുന്ന MLA-മാർ, മാത്രമല്ല മൂന്ന് മുഖ്യമന്ത്രിമാർ പലരും വന്നിട്ടില്ല. ഞാൻ പറയാം, കേന്ദ്രവും കേരളവും കോൺഗ്രസ് ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഈ കോട്ട മൈതാനത്ത് വന്നാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ തറക്കല്ലിട്ടത്. അങ്ങ് മറന്നുപോയോ? 2014 ശേഷം വേണ്ട എന്ന് വെച്ചു. ആരോട് ചോദിക്കുക, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇനി വേണോ വേണ്ടയോ? BJP ഉത്തരം പറയട്ടെ. വേണ്ട എന്ന് വെച്ചു. നമുക്ക് എന്ത് ചെയ്യാം? അവരല്ല 2014 മുമ്പ് കേന്ദ്രവും കേരളവും തറക്കല്ലിട്ടു. 14 ശേഷം അവർ വേണ്ട എന്ന് വെച്ചു. ഭരിച്ചിട്ടില്ല. 30 കൊല്ലമായി കേരളത്തിന് കൊടുത്ത, പാലക്കാടിന് കൊടുത്ത ഓഫറായിരുന്നു. 2012 കൊടുത്ത ഓഫർ അല്ല പാലക്കാട് കോച്ച് ഫാക്ടറി. കോച്ച് ഫാക്ടറിക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് 14 ശേഷം എന്ന് വെച്ചു സർ. കേന്ദ്രവും കേരളവും ഒരേ പാർട്ടി ഭരിച്ച കാലത്ത് കോച്ച് ഫാക്ടറിയേക്കാൾ നല്ലത് കർഷകർക്ക് കർഷകരുടെ കാര്യത്തിൽ ചോദിക്കണം. നെല്ല് സംഭരണ തുക എന്തുകൊണ്ട് കർഷകർക്ക് കൊടുത്തിട്ടില്ല? നെല്ല് സംഭരണ തുക കിട്ടിയ മുഴുവൻ സംഖ്യയും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവര് തന്നോ? സർക്കാർ കൊടുത്ത പണം കേന്ദ്ര സർക്കാർ കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു. ലോൺ അത് ചെയ്തിട്ടില്ല. PRS കൊടുത്തു. PRS അല്ലേ പറയുന്നത്? പാർട്ടി റെസിപ്റ്റ് അല്ലേ? കർഷകരെ കൊണ്ട് ലോൺ എടുപ്പിക്കുകയാണ്. എന്തിനാ ലോൺ എടുപ്പിക്കുന്നത്? അതാണ് ചോദ്യം. PRS കൊടുത്ത് ആത്മഹത്യയിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നതാണ് ചോദ്യം. ഗവൺമെന്റ് കിട്ടിയ ഒരു സംഖ്യയും കർഷകർക്ക് കൊടുക്കാൻ ബാക്കിയുമില്ല. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷകർക്ക്. പറയട്ടെ, കേന്ദ്രം പറഞ്ഞോ ലോൺ എടുപ്പിക്കാൻ? കേന്ദ്രം പറഞ്ഞോ? നമ്മൾ കർഷകരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് കേന്ദ്ര സഹായം എപ്പോഴാണ് കൊടുക്കുന്നത്? നെല്ല് വിളവെടുത്ത് ആ നെല്ല് അരിയായിട്ട് കുത്തി അത് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് അതിന്റെ കണക്ക് കൊടുക്കുമ്പോഴല്ലേ ഈ നെല്ലിന്റെ സംഭരണ വില കൊടുക്കുക. പക്ഷേ പണം കൊടുക്കണ്ടേ? അഡ്വാൻസ് ചെയ്യണം. സംസ്ഥാന വയനാടിന് പണം കൊടുക്കുന്നില്ല സാർ. വയനാട് 768 കോടി രൂപ ഈ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ കിടക്കുന്ന പണം ദുരന്ത നിവാരണത്തിന് കേന്ദ്രം കൊടുത്ത പണം. വയനാടിനുള്ളതല്ല, അതെടുത്ത് അനുമതി കൊടുത്തിട്ടുണ്ട്. നമുക്ക്